ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മൾ തലേദിവസമൊന്നും അരി കുതിർത്ത് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടും പൊങ്ങാൻ വെച്ചിട്ടും ഒന്നുമില്ല, ഇതൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ രാവിലെ നമുക്കത് അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമുക്ക് രാവിലെയൊക്കെ തിരക്കിട്ടൊക്കെ പണിയുടെ ഇടയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ഒരു അപ്പമാണ്. അപ്പോൾ നമ്മളിതിൽ പച്ചരിയൊന്നും എടുത്തിട്ടില്ല, നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. ഈസ്റ്റ് ചേർത്തിട്ടില്ല, അതുപോലെ തന്നെ മാവ് റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവിയതും ചോറുമാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് ആദ്യം തന്നെ. അപ്പോൾ ഞാനിതാ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് ചോറ് എടുക്കുന്നുണ്ട്. ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. അതിലേക്ക് അരക്കപ്പ് തേങ്ങയും അതുപോലെ തന്നെ അരക്കപ്പ് ചോറുമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ ആ ഒരു തേങ്ങയും ചോറും കൂടിയിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണേ. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് ഇത്തിരിയും കൂടെ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഇതാ 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടിയുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും കേട്ടോ നമുക്ക് ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ. അപ്പം ഞാനിതാ 1 കപ്പ് അരിപ്പൊടി ഇതാ നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചോറും തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുള്ള അതിലേക്ക് തന്നെ നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പൊടിയും തേങ്ങയും ചോറൊക്കെ കൂടി വേറൊരു പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ആദ്യം ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പൊടി ഇങ്ങനെ കിടന്നിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പാടാണ്. അപ്പോൾ ഞാനിതാ ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിതാ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തന്നെ അരിഞ്ഞ് കിട്ടണം, അതിൻ്റെ അടിയിൽ പൊടിയൊന്നും കട്ട പിടിച്ചിരിക്കരുത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആ ഒരു പൊടി അരച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു അപ്പത്തിനൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര നിർബന്ധമൊന്നുമില്ല, ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ അപ്പം മധുരിക്കൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒത്തിരി ഇങ്ങോട്ട് കട്ടിയും വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് നീർദോശയുടെ പോലെ ലൂസാക്കി എടുക്കാൻ വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ അരിപ്പൊടി എടുക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ, പാക്കറ്റ് പൊടിയല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാനിതാ ഒരു മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കഴുകി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പാകാക്കി എടുക്കാം കേട്ടോ. ഇനി ഞാനിതാ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 നുള്ള് അല്ലെങ്കിൽ ഒരു 3 നുള്ള് മാത്രം മതിയാകും കേട്ടോ ഇത്രയും ബാറ്ററിലേക്ക്. നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു ബേക്കിംഗ് സോഡ എവിടെയെങ്കിലുമൊക്കെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അപ്പം ശരിയായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയം നമുക്കിതാ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒഴിച്ച ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഈ ഒരു അപ്പത്തിൽ നിറയെ ഹോൾസൊക്കെ വന്നിട്ട് കണ്ട നല്ല കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഹോൾസ് വരുന്ന സമയത്ത് നമുക്ക് മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ മാവൊക്കെ കൂടി നമ്മൾ അരച്ച ഉടനെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ആണെങ്കിലും അധികം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ആ ഒരു ബേക്കിംഗ് സോഡയുടെ ഒരു കുത്തലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 2 നുള്ള് 3 നുള്ള് ചേർത്താൽ മതി, അത്ര തന്നെ മതിയാകും കേട്ടോ ഇത്രയും ബാറ്ററിലേക്ക്. അപ്പോൾ നമ്മുടെ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു അപ്പത റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് നമ്മുടെ പാന് ഇത്തിരി ചൂട് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളം തളിച്ചിട്ട് ഞാനത് ബാലൻസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ പാനുകളാണെങ്കിൽ ഓവർ ചൂടുണ്ട് ചെങ്കിൽ തന്നെ അത് മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ റെഡി ആയിട്ട് കിട്ടില്ല കേട്ടോ.
അപ്പോൾ ഞാനിത് അടുത്തതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതാ അതിൻ്റെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അടി കരിഞ്ഞ് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതും ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടി അടിക്കാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ദോശയും അപ്പവും ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ റൈസുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. രാവിലെ നമുക്ക് മക്കൾക്ക് കൊടുത്തയക്കാൻ ലഞ്ച് ബോക്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള ദോശ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടിയിട്ട് മറക്കല്ലേ. അപ്പോൾ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. കണ്ടതിൻ്റെ അടിഭാഗത്തൊന്നും കരിഞ്ഞു പിടിക്കുക ഒന്നും ആയിട്ടില്ല കേട്ടോ. നിങ്ങൾ മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം മൂടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി ടൈം മൂടി വെച്ച് കൊടുക്കുകയും വേണ്ട കേട്ടോ. 2-3 സെക്കൻഡ് ഒന്ന് വെച്ചാലും മതിയാകും. അപ്പോഴത്തേക്കും നമ്മുടെ അപ്പം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാവും കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞയക്കുന്ന നേരത്തൊക്കെ അല്ലേ. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ ഇപ്പം രാവിലത്തെ ചായയുടെ കടിയൊക്കെ കൊണ്ടുപോകുന്ന മക്കളുണ്ട്. അപ്പോൾ അവർക്കും കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ളതാട്ടോ. മക്കളൊക്കെ ഒത്തിരി ആയിട്ട് ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ വേറെയും ദോശയുടെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സവാള വഴറ്റിയിട്ടും അതുപോലെ കോഴിമുട്ട സെപ്പറേറ്റ് പുഴുങ്ങിയിട്ടും ഒന്നും മെനക്കെടാതെ ഉണ്ടാക്കിയിട്ടുള്ള മുട്ടക്കറി ഉണ്ട്. അപ്പോൾ അതും കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.